മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള തിരുവചനങ്ങൾ അച്ഛനിലൂടെ പ്രദാനം ചെയ്യപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ആരാധനയിൽ വിവിധ സമയങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കെല്ലാവർക്കും ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാനും ദൈവമാതാവിനെ പോലെ ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ അവരോരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നവർ, മീഡിയയിലായിരിക്കുന്നവർ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിൽ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2015 മുതൽ നാളിതുവരെ കൃപാസനത്തിൽ വന്നും ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനായും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും വ്യക്തിപരമായ അവരുടെ ഓരോ നിയോഗങ്ങളെയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് സമയബന്ധിതമായിട്ട് ജീവിതത്തിൽ വലിയ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും വരവേറ്റുകൊണ്ട് ദൈവസ്നേഹത്തോടെ നമുക്ക് ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ആലയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളിലേക്ക് ഈശോയെ സാന്ത്വനമായി നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്ക് വരവേറ്റുകൊണ്ട് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന. ഹല്ലേലൂയ. യേശുവേ പ്രവർത്തനത്തിനായി പിതാവിന്റെ പ്രവൃത്തികള് കൃഷ്ണ പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും തുടർന്നു കൊണ്ടുപോകുവാൻ ഈ ആരാധനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെ ആരാധന സൗഖ്യത്തിനും ആശ്വാസത്തിനും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിവസത്തിന്റെ അഭിഷേകവും ആശ്വാസവും വെളിപ്പെടുത്തലും നൽകുവാൻ കർത്താവേ നിമിഷത്തിൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് വിവിധ സമയങ്ങളിൽ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷക്കീന ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേൽക്കുക. ഇപ്പോൾ സ്തുതിപ്പിന്റെ സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട മേശി ജോസഫ് അച്ഛനെ ഇയാൾ താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളെ ആത്മാവിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈ അടിച്ചിട്ട് പാടുക. ഇറങ്ങി
കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ വേലം ധരിച്ചോടുവാൻ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ വേലം ധരിച്ചോടുവാൻ കാത്തിരിക്കുന്നതാ ഞാൻ ശക്തിയെ പുതുക്കുവാൻ എന്റെ കാത്തിരിക്കുന്നതാ ഞാൻ ശക്തിയെ പുതുക്കുവാൻ എന്റെ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ ആത്മശക്തിയെ ഇറങ്ങിയെന്നിവാ ഇറങ്ങിയെന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ സ്വർഗീയതയെ ഇറങ്ങിയെന്നിവാ ഇറങ്ങിയെന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ധ്യാനത്തിൽ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കള്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന മക്കള്, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങള്, ജോലി ഇല്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങള്, തടസ്സം നേരിടുന്ന സഹോദരങ്ങള്, വിരങ്ങളായ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ അരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ അഗ്നിജ്വാല പോലെ പിളർന്നിറങ്ങി വീശിയെന്നിവാൻ അഗ്നിജ്വാല പോലെ പിളർന്നിറങ്ങി വീശിയെന്നി മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങി ആത്മശക്തിയെ ഇറങ്ങിയെന്നിവാ ഇറങ്ങിയെന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ സ്വർഗീയതയെ ഇറങ്ങിയെന്നിവാ ഇറങ്ങിയെന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ തിരുസഭയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭാ നേതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതയിലെ അധ്യക്ഷന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക വികാരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണയായിരിക്കണമേ. ദൈവജനത്തെ നയിക്കുവാൻ ആവശ്യമായ കാലഘട്ടത്തിന് അനുസരിച്ച് അവരെ നയിക്കാൻ ആവശ്യമായ കൃപകളാൽ ഞങ്ങളുടെ സഭാ അധ്യക്ഷന്മാർ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന ചിലപ്പോൾ ആന്തരികമായ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പക്ഷേ 10,000 തരം അലർജികളുണ്ട്. ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ
കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ, അജ്ഞാതമായ അലർജി രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ അലർജി രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സൗഖ്യം നൽകണമേ, സമ്പത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ പൈസ കുടുങ്ങിപ്പോയി, പലരുടെ കയ്യിലായിപ്പോയി. ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല, ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു. ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിന് വഴി കാണാതെ അലയുന്ന മക്കൾക്ക് പുതിയ വഴികൾ, ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലോ തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പല വിഷയങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു പോയവരുണ്ട്. ജീവിതം തന്നെയല്ല, നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് പരാജയം സംഭവിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒരു യന്ത്രം പോലെ ഇവിടെ വരുന്നു, ഇവിടുന്ന് പോകുന്നു, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യട്ടെ, ഞാൻ തീർന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കൊണ്ട്, ആരെങ്കിലും ഇങ്ങനെ തല്ലിപ്പായിക്കുന്നതുകൊണ്ട് വന്ന് നിൽക്കുന്നു, പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, അതിനുള്ള അടയാളം കിട്ടണില്ല. അങ്ങനെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഡിപ്രഷൻ ബാധിച്ച പല കാര്യങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാനസികമായി തളർന്നിരിക്കുന്ന മക്കൾക്ക് ഈ ആരാധനയിൽ ശക്തിപ്പെടുത്തണമേ, വഴി നടക്കണമേ. സൗഖ്യം നൽകണമേ, ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒത്തിരി കൊതിച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും, അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് അച്ഛാ, എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കൊതിയാണ്. എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ്, ഭാര്യയും ഭർത്താവും. പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല. ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒത്തില്ല. അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ട്. ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്നിനെ കിട്ടിയേരം, അത് സമയത്ത് പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഇപ്പോഴും അത് തന്നെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന
കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം, മരിച്ചുയർത്തെഴുന്നേറ്റവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഓൺലൈനിലുള്ള ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒത്തിരി പേര് വീടും കൂടുമൊക്കെ ചുറ്റും അതുപോലെ തന്നെ വിറ്റും പണയപ്പെടുത്തിയൊക്കെ മക്കളുടെ ഈ കലാപറിച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാരണം മനസ്സോടെ സമ്മതിച്ചിട്ട് വീടും പണവും മറ്റുള്ളവരെ അംഗങ്ങളെ മറ്റുള്ള മക്കളൊക്കെ ഒന്നും കൂടെ ഉണ്ട്, അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടാത്ത രീതിയിൽ ആ ഷാഢ്യം കാരണം ചില തീരുമാനങ്ങൾ വീട് വിൽപ്പനയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥല വിൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഒരു മകനും മകൾക്ക് വേണ്ടി കുടുംബം മുഴുവനും ബലിയാകേണ്ട രീതിയിലുള്ള അന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എടുക്കാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും വീട്ടുകാരുമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്, പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട്. ഇതിൽ തിന്മയുണ്ട്. നിങ്ങൾക്കത് ഗുണം പിടിക്കത്തില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അകപ്പെട്ട ജീവിതങ്ങൾ, മുരടിച്ച ജീവിതങ്ങൾ. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങളെ പ്രതീക്ഷകളെ ഇപ്പം ഞാൻ പറഞ്ഞ ലേഡിക്ക് ഗർഭപാത്രം പോലും ഇല്ല, അവൾ ചെറുപ്പക്കാരത്തിയാണ്. എന്നിട്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കുക. അവർ അങ്ങനെ അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോയത് നിങ്ങൾ തീരുമാനിക്കരുത്. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം പോകത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല. ദൈവത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതാണ് ദൈവം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇന്നലെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു, ഞാനത് ഇട്ടിട്ട് അപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. സാക്ഷി ഇതാണ്: ഭർത്താവിന് 50 വയസ്സ്, ഭാര്യയ്ക്ക് 43 വയസ്സ്, വർഷങ്ങളായിട്ട് മക്കളില്ല. ഇപ്പം ഒരുമാതിരിപ്പെട്ട ചികിത്സകളെല്ലാം കഴിയും. 50 വയസ്സായിട്ട് മക്കളില്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ചികിത്സ അവരെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചോ? പക്ഷെ ദൈവം ക്ലോസ് ചെയ്യാത്തടത്തോളം ഒരു ചാപ്റ്ററും ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അവരൊറ്റ ഉടമ്പടി. അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 50 വയസ്സായ ഭർത്താവിനാണ് കുഞ്ഞ്, അതാ 43 വയസ്സുള്ള ഭാര്യയ്ക്കാണ് കുഞ്ഞെന്ന് പറയണം. അപ്പം നിങ്ങളെ ഒരു ഫയലും മടക്കി വെക്കണ്ട. അമ്മയോട് അത് പറയാൻ പറ്റണ പോലെ വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണീര് ദൈവത്തിനെ ഏൽപ്പിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ ഞങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങൾ ഇപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടില്ലേ? ഇതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന വലിയ ദൈവിക ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനെ രുചിച്ച് നോക്കാതെ, കറിക്ക് ഉപ്പ് നോക്കണ പോലെ ഉടമ്പടിക്ക് ഉപ്പ് നോക്കാതെ, മര്യാദക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും അതിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട്
ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതരാകാൻ വേണ്ടിയും ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുക. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ജോലി, വീട്, വിവാഹം, ജീവിതം തടസ്സം, കേസ്, ഡൈവേഴ്സ്, വിദേശ ജോലി, നിങ്ങളുടെ രോഗങ്ങൾ, അതുപോലെ കുടുംബത്തിന് സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, വീട് പണി തകിടം മറിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പണം വേറെ എടുത്ത് ചിലവാക്കിയിട്ട് ഇപ്പോഴ് കടക്കാരായി ഇരിക്കുന്നവരും, പലതരത്തിലും പട്ടിണികൾ പോലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. പിരിഞ്ഞ് താമസിക്കുന്നവരെ, ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ പെട്ടുപോയവർ, മക്കൾ ചീത്ത പ്രണയങ്ങളിൽ അകപ്പെട്ട് ജീവിതം പോയവർ, മക്കൾ വഴിവിട്ടു പോയവർ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വലിയ മാരകമായ വിഷത്തിൽ, അതുപോലെ തന്നെ ശീലത്തിലും കഞ്ചാവ് പോലെയുള്ള പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അതിശക്തമായി സൂക്ഷിച്ചാൽ മതി. ആ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കും ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നൊരു ദിവസമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് നിന്റെ വിശുദ്ധ തേവരത്താൽ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനെയും മകളെയും തളിക്കണമേ. ജപ്തി നടപടികൾ, കർത്താവ് വിൽക്കാനുള്ള സ്ഥലങ്ങൾ, വിൽപ്പനയ്ക്ക് ദോഷമുള്ളവർ, കർത്താവ് വാങ്ങാൻ ആളില്ലാത്തവർ, വാടക കയറിയിട്ട് കർത്താവ് വാടക ഒഴിയാത്തവർ, കർത്താവ് അങ്ങനെ പലതര വിഷയങ്ങളിൽ വിദ്യാഭ്യാസ ജോലി നഷ്ടപ്പെട്ടവർ, വിദ്യാഭ്യാസത്തിൽ കിട്ടാതെ അവിടെ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, അകപ്പെട്ടു പോയവർ, ജയിലിലായിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെ ഓരോവിധ വിവാഹ ദോഷങ്ങളുള്ളവർ, മക്കളില്ലാത്തവർ, കർത്താവ് വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിച്ചൊരു കർത്താവെ, മനസ്സ് ഇടിഞ്ഞു പോയവർ, ജീവിതം മുരടിച്ചവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത എല്ലാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമം രാവിലയിലൂടെ മഹത്വപ്പെടുത്തണമേ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തുഴേ സുഖമായി മക്കളെ മുട്ടി നിൽക്കുക. അച്ഛൻ വിട്ടുപോയ നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് അമ്മയുടെ മധ്യത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക.
സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ ഇതിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ